ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ പതിവ് പോലെ നമ്മൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല കേട്ടോ, ഒഴിവുള്ള ദിവസമാണ്. ഒഴിവുള്ള ദിവസമാണെങ്കിലും നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ എണീറ്റ് പതിവ് പോലെ ഒരു 4:45 നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ പൂജാ റൂമെല്ലാം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അലങ്കരിച്ച് അതിന് ശേഷം വിളക്കെല്ലാം കൊളുത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 5:30 ആകുമ്പോഴേക്കും നമ്മൾ വിളക്കെല്ലാം കൊളുത്തി റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടികൾ റെഡിയായി നിൽക്കുകയാണ്. അവർ പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നമ്മൾ എത്ര നേരത്തെ എണീറ്റ് ലൈറ്റ് കാണുന്നോ ആ നേരത്തെ അവർ ഉള്ളിലേക്ക് വരാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ ഉള്ളിക്കൽ വരും. നമ്മൾ വിളക്ക് വെക്കുമ്പോൾ വാതിൽ തുറക്കുമല്ലോ, അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് അടുക്കളയുടെ അവിടെ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ പാലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പാലെടുത്ത് അവർക്ക് ചൂടാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്താ പറയുക, നല്ല തണുപ്പുള്ള പാല് കുടിക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും. അവർക്കിപ്പോൾ തണുത്തതാണോ ഇഷ്ടം ചൂടാണോ ഇഷ്ടമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളെപ്പോഴും എന്താ പറയുക, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആ തണുപ്പൊക്കെ വെടിയിച്ച് ഒരു ലൈറ്റ് ചൂടോടെയാണ് കേട്ടോ അവർക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ പാല് ഗ്ലാസ്സിലാക്കിയപ്പോൾ രണ്ടാളും എൻ്റെ കൂടെ വന്നതാണ്. അങ്ങനെ അവർക്കൊക്കെ പാല് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമുക്കുള്ള ചായ വെച്ചു കേട്ടോ. ചായ വെച്ച് കുടിച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല മഴയായ കാരണം സ്കൂളൊക്കെ ലീവാണ്. മഴയുള്ള സമയത്ത് എണീക്കാൻ കുറച്ച് മടിയൊക്കെയാണ് കേട്ടോ. നല്ല തണുപ്പല്ലേ, സ്കൂളും ഇല്ല, കിടക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ നമ്മളങ്ങനെ കിടന്നാലും കാര്യങ്ങൾ നടക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ എണീറ്റിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് നല്ല ഒരു ഉഷാറ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ നേരം വെളുത്തിട്ടുണ്ട്, ചെറുതായി വെളുത്തിട്ടുണ്ട്. കുറച്ച് മഴക്കാറുണ്ട്, മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചില സമയം ഭയങ്കര മഴയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടി വന്ന് പെയ്യുന്ന കാണാം, പിന്നെ ഇങ്ങനെ പോകുന്ന കാണാം കേട്ടോ. മഴ പെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ മഴ ഇല്ലാണ്ടിരിക്കുകയാണ് നല്ലത് തോന്നും. പക്ഷേ മഴ ഇല്ലാണ്ടിരുന്നാലും കാര്യങ്ങൾ നടക്കില്ലല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം മഴയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ പാല് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തിളപ്പിക്കാൻ വെച്ചു. അതൊന്ന് പൊങ്ങി വന്നപ്പോൾ അതൊന്ന് ചിറ്റിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രാവിലേക്കുള്ള കറി വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കുറച്ച് വെള്ളക്കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ കടലയിൽ നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ല, വെള്ളവും ഉപ്പും മാത്രം ചേർത്തിട്ട് അങ്ങനെ വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം പിന്നെ നമ്മൾ ദോശയ്ക്ക് അരി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇത്ര വലിയ പാത്രത്തിലാണ് കേട്ടോ ആക്കി വയ്ക്കാറുള്ളത്. അപ്പോൾ ഞാനത് പൊങ്ങി വന്നതിന് ശേഷം അത് നന്നായി തന്നെ ഇളക്കി വേറൊരു പാത്രത്തിലാക്കിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടത് വേറൊരു ചെറിയ പാത്രത്തിൽ ആക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു പാത്രത്തിലാക്കി വെച്ചാൽ എന്താ അറിയോ, നമ്മുടെ ഫ്രിഡ്ജിൽ സ്ഥലം നല്ലോണം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഇതൊന്ന് തെക്കിയെടുക്കാം. ഇത്ര വലിയ പാത്രമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സ്ഥലം വളരെ കുറവാകും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചു. ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി നന്നായി എണ്ണയൊന്നും ഒഴിക്കാണ്ട് വറുത്തതാണ്. അതിലേക്ക് 2 പച്ചമുളക്, ഒരു വലിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് 1-2 വിസിൽ അടുപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാനൊരു 3-4 ചെറിയുള്ളി ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കിടന്നിട്ട് ഒരു 2 വിസിൽ അടിച്ച് വരണം കേട്ടോ. എന്താ പറയുക, നമ്മുടെ കടല വെന്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ചേർത്തിട്ടുള്ള ഐറ്റംസ് ഒന്നുകൂടെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതെല്ലാം ചേർത്ത് നമ്മുടെ തീയൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് തന്നെ നമ്മൾ പാത്രങ്ങൾ കുറച്ചുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ. പിന്നെന്താ പറയുക, അപ്പോഴും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ സൈഡ് കൊണ്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഉള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ കഴുകിയെടുക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ കടല വെന്ത് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഒരുപാടൊന്നും ആയിട്ടില്ല, ഒരു 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ വേഗം നമ്മുടെ ഇങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തീർത്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ ഒന്ന് സ്കൂളില്ലാത്ത കാരണം പിന്നെ ഏട്ടൻ ചോറ് കൊണ്ടുപോകാത്ത കാരണം നമ്മൾ ചോറ് ഇപ്പോൾ വെച്ചിട്ടില്ല കേട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു,
അതൊക്കെ തന്നെ വേഗം ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ആരും കഴിക്കാൻ റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മളതിന് നിന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ നമ്മുടെ കുക്കറിൽ നമ്മുടെ കടല അങ്ങനെ വേവിക്കാനായിട്ട് വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ഹാളിൽ അധികമൊന്നും കുപ്പ എപ്പോഴും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാവുന്ന ഓടി വന്നതിന് ശേഷം നമ്മുടെ ദിവാന് ഒരു വിരിയൊക്കെ വിരിച്ച് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് എന്താ പറയുക, തുടച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ട് ഒടുവാണ് കേട്ടോ തുടച്ചെടുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിയാലും ആരും കഴിക്കാനുണ്ടാകില്ല. പിന്നെ മഴയാണ്, തണുത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുമല്ലോ, ഇതൊക്കെ ചൂടോടെ കഴിക്കുമ്പോഴല്ലേ നന്നായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ സമയം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് അടിച്ചു തുടയ്ക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല നമ്മുടെ പണികൾ. ചില ദിവസങ്ങളിൽ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാറുള്ളത്. പക്ഷേ ചില ദിവസങ്ങളിൽ ഇതൊക്കെ ഫസ്റ്റ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യാറുള്ളത് കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളനുസരിച്ചിട്ടിരിക്കും മാറുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം തന്നെ നമ്മുടെ എല്ലാവരെയും ഒന്ന് തുടച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കറക്റ്റാകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയം റെസ്റ്റ് എടുത്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം നമ്മൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് തീരെ സമയം ഒന്നിനും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ വരുന്ന സമയത്ത് ഇടയിലിടയിൽ ജോലികൾ ചെയ്യുമ്പോൾ എന്താ പറയുക, കുറച്ച് നമുക്ക് സമയം എക്സ്ട്രാ കിട്ടുകയും ചെയ്യും, നമ്മുടെ ജോലികളൊക്കെ തീരുകയും ചെയ്യും കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ പേപ്പറുകളൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അവിടെയൊക്കെ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര പേപ്പറൊക്കെ ഒതുക്കി വെച്ചാലും നമ്മുടെ അശ്വിൻ അതിനെയൊക്കെ അടിയിൽ നിന്ന് മേലെ നിന്നൊക്കെ വാരി എടുത്ത് കത്രിക കൊണ്ടൊക്കെ വെട്ടി അതെല്ലാം ഇടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. പിന്നെ അതിന് ശേഷം വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ സ്കൂളൊക്കെ ലീവാണ് എങ്കിലും നമ്മൾ മെല്ലെ എണിക്കുകയാണെങ്കിൽ നമ്മുടെ പണികളൊന്നും തീരെയില്ല കേട്ടോ. അപ്പോൾ ലീവാണെങ്കിൽ നമ്മൾ എന്നും എണിക്കുന്നതിന് കുറച്ച് എന്താ പറയുക വൈകിയാലും കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് വൈകി എണിച്ചാൽ അന്നത്തെ ദിവസം ഒരു സുഖമില്ലാത്ത പോലെയാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. പിന്നെ നമ്മളെല്ലാവരെയും തുടക്കെല്ലാം കഴിഞ്ഞ് വന്ന് ഇനി നമ്മുടെ കറി ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ നന്നായി തന്നെ നമ്മുടെ വെള്ളക്കടല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1/4 സ്പൂൺ പെരിഞ്ജീരകവും 1/4 സ്പൂൺ സാദാ ജീരകവും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കടുക് വറുത്ത് ചേർക്കാനുണ്ട്. കുറച്ച് എണ്ണയും കടുകും ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ നമ്മുടെ എണ്ണയിലിട്ട് മൊരിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കറി എന്താ പറയുക, ദോശ, ഇഡ്ഡലി, അതുപോലെ ചപ്പാത്തി, പുട്ട്, ഇതിനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വേഗം തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തുടക്കലൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയമായല്ലോ. അപ്പോൾ പിന്നെ വേഗം തന്നെ ദോശയാകുമ്പോൾ ഓരോരാൾ കഴിച്ചോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ദോശ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്ത് കുട്ടികളെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാനും ഏട്ടനും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അറിയോ നമ്മുടെ ഈ വലിയ പണികളൊക്കെ ഫസ്റ്റ് കഴിയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ അടുക്കളയും വീടും എല്ലാം ഒന്ന് വൃത്തിയാവുകയും ചെയ്തു. നമ്മുടെ ആ സമയം ഇതോടുകൂടി ഫില്ല് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. ഏട്ടൻ ഇപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാനും വേഗം തന്നെ ദോശയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ദോശ കഴിച്ചിട്ട് വേണം നമുക്ക് പിന്നെ എന്താ പറയുക കുക്കിങ് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സമാധാനത്തോടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തുടയ്ക്കലൊക്കെ പറയുമ്പോൾ ഒരു വലിയ പണി പോലെയാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ നല്ലൊരു സമാധാനം തോന്നി.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമ്മുടെ അടുക്കള ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ദോശക്കല്ലൊക്കെ ഒന്ന് മാറ്റി വെച്ച് അതിന് ശേഷം നമ്മുടെ മാവിട്ട കയ്യിലൊക്കെ ഒന്ന് തുടച്ച് മാറ്റി അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്ത് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവുണ്ടല്ലോ അത് കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ അതെല്ലാം അടച്ച് വെച്ചതിന് ശേഷം പിന്നെ കൈയൊക്കെ ഒന്ന് കഴുകി പിന്നെ നമ്മുടെ കറിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട്. ഇതൊക്കെ ഞാൻ കൈയോടെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ വൃത്തിയായി ഇരിക്കുകയും ചെയ്യും, പണികൾ വേഗം രാവിലത്തെ തീർത്തെടുക്കാമല്ലോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് അതും ഒന്ന് അടച്ച് ആറാൻ വെക്കുന്നുണ്ട്. കറി നന്നായി തന്നെ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുള്ളത് കേട്ടോ. പിന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ ഗ്യാസിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശ എന്ത് ചെയ്താലും രാവിലത്തെ ഒരു പണി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ എണ്ണമയും അല്ലെങ്കിൽ മാവിൻ്റെ ഒറ്റലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പഴയ പോലെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്നുകൂടെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ വയ്യാണ്ട് കിടന്ന കാരണം നമുക്കതിനൊന്നും സാധിച്ചിട്ടില്ല. ഇനി വേണം നമ്മുടെ വീട് മൊത്തത്തിലൊന്ന് നമുക്ക് വൃത്തിയാക്കാനുള്ളത് കേട്ടോ. പിന്നെ അന്ന് വയ്യാണ്ടൊക്കെ ഇരുന്ന് എന്നാളൊക്കെ എന്താ പറയുക കർക്കിടക മാസത്തിന് മുമ്പ് പിന്നെ ഏട്ടൻ ജനലും അങ്ങനെയുള്ള ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി സെറ്റിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനാണ് ഈ ജനലൊക്കെ വൃത്തിയാക്കി തരിക, അതുപോലെ സെറ്റിയൊക്കെ വൃത്തിയാക്കുക ഏട്ടനാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അത് മൂപ്പരുടെ സമയത്തിനനുസരിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വീഡിയോ എടുക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുക്കള മൊത്തത്തിലൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഒന്നുകൂടെ ഒന്ന് റെഡിയായിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഉച്ചക്കലേക്കുള്ള ചോറ് വെക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. നാഴി അരി എടുത്തിട്ടുണ്ട്. നാഴി പറയുമ്പോൾ 1 ഗ്ലാസ് മട്ടയരി കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരിയാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത്. നല്ല അരിയാണ് കേട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകുന്നത്. അത് റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നമ്മൾ അത് തന്നെയാണ് വെക്കുന്നത്. പിന്നെ നമ്മൾ 1 ഗ്ലാസ് മട്ടയരി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ഗ്ലാസ് നമ്മൾ ചെറുപയർ കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് നന്നായി തന്നെ കഴുകി എടുക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം നമുക്കിത് നന്നായി തന്നെ കഴുകിയെടുക്കാം കേട്ടോ. എന്താ പറയുക കാര്യമായിട്ടുള്ള പൊടികളൊന്നും ഇല്ല കേട്ടോ, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് നന്നായി തന്നെ 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെറുപയറും നമ്മുടെ അരിയും വെച്ചിട്ടുള്ള ചെറുപയർ കഞ്ഞിയാണ് കേട്ടോ വയ്ക്കുന്നത്. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് കഞ്ഞി മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചെറുപയർ കഞ്ഞി പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വിഷുവിന് വെക്കുന്ന കഞ്ഞി ചെറുപയറും ഇതും കൂടെ തന്നെ വെക്കുക. പക്ഷെ അതിങ്ങനെയല്ല കേട്ടോ വെക്കുക, അത് വ്യത്യാസമുണ്ട് വെക്കുന്നതിന്. പക്ഷെ ഞാൻ സിമ്പിളായിട്ട് ചെറുപയർ കഞ്ഞി ഇങ്ങനെയാണ് കേട്ടോ വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തിളപ്പിച്ച് നമ്മുടെ റൈസ് കുക്കർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിൽ ഇതുപോലെ രണ്ടും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു 3-4 വിസിലടിച്ച് കഴിഞ്ഞാൽ റെഡിയായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ കഞ്ഞി തിളച്ചപ്പോൾ ഞാൻ ഇറക്കി വെച്ചു. പിന്നെ അതിന് ശേഷം കഞ്ഞി കുടിക്കേണ്ട സമയത്താണ് കേട്ടോ ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ചോറല്ല നമ്മുടെ കഞ്ഞി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അത് തിളച്ച് വരുന്ന നേരം കൊണ്ട് ഞാൻ പിന്നെ കുറച്ച് പപ്പടം ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അരി വെറ്റലാണ് കേട്ടോ. ഇപ്പം നമ്മൾ വെറ്റലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വെറ്റലാണ് കേട്ടോ. വലിയ കുഴപ്പമില്ല, പക്ഷെ അതിന് ഭയങ്കര വണ്ണം ജാസ്തി കേട്ടോ. അപ്പോൾ കഴിക്കാൻ തന്നെ ഭയങ്കര പ്രയാസം പോലെ. നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നൈസായിട്ടിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര വണ്ണം. അതുപോലെ നമ്മുടെ കപ്പയ്ക്ക വെറ്റൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള വെറ്റലുകൾ കടയിൽ നിന്ന് വാങ്ങുന്നത്. ഒന്നുമില്ല അമ്മ വീട്ടിൽ നിന്ന് നമ്മുടെ അരി വെറ്റൽ ഉണ്ടാക്കി തരും. അതുപോലെ കപ്പയ്ക്ക വെറ്റൽ പിന്നെ നമ്മുടെ കൊത്തവര വെറ്റലൊക്കെ ഞാൻ ഉണ്ടാക്കാറാണ് ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം മഴ കാരണം വയ്യാത്ത കാരണം അതൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ നമ്മൾ വെറ്റലൊക്കെ വറുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചോറ് നന്നായി തിളച്ച് വന്നതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് കണക്കില്ല കേട്ടോ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഉപ്പും അപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഞ്ഞിക്ക്. ഇനി തേങ്ങയും നമ്മുടെ കഞ്ഞിയും കൂടെ നന്നായി തിളച്ചതിന് ശേഷം നമ്മളത് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കണം വിചാരിച്ചാണ് കേട്ടോ, പക്ഷേ പറ്റിയില്ല. കുട്ടികൾക്ക് പിന്നെ ചമ്മന്തിയൊന്നും വേണ്ട, വയറ്റിലുള്ള കാരണം അതന്നെ മതി പറഞ്ഞു കേട്ടോ. നമ്മുടെ ചെറുപയർ കഞ്ഞിക്ക്
പ്രത്യേകം കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കർക്കിടകത്തിൽ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്നിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചെറുപയർ കഞ്ഞിയും പപ്പടവും വറ്റലും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും കുട്ടികൾക്ക് ലീവായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ കഞ്ഞി കുടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒഴിവുള്ള ദിവസമാണെങ്കിലും നേരത്തെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണികൾ എന്നത്തെയും പോലെ തീർത്ത് നമുക്ക് കുറേയൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടും കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പികളും വിശേഷങ്ങളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.